ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ 5 ക്ലബിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും രാവിലെ എണീറ്റ് റെഡിയായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് 5 ക്ലബ്ബ് പോകുന്നുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകൾ കാണുന്നുണ്ട്. അത് നിങ്ങൾ വ്യക്തമായി പഠിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എൻ്റെ പേര് ശരത്. ഞാനപ്പോൾ മെയിൻലി നമ്മൾ റീസണിങ് ടോപ്പിക്സ് ആണ് ഞാനിവിടെ ഹാൻഡിൽ ചെയ്യാറ്. മാത്സ് ആൻഡ് റീസണിങ്ങിൽ റീസണിംഗ് എന്ന് പറയുന്നത് മെൻ്റൽ എബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ഏരിയ ആണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. ഞാൻ സാധാരണ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ മെയിനായിട്ടും ഒരു ടോപ്പിക് ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ടോപ്പിക്. കാരണം നമുക്ക് ഒരു എക്സാം വൈസ് നമ്മൾ നോക്കുമ്പോൾ റീസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. നമ്മൾ എക്സാം വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും കാണുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കോഡിങ് ഡീകോഡിങ് എപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് കോഡിങ് ഡീകോഡിങ്ങിൽ റീസണിങ്ങിൽ മെയിൻലി റീസണിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ എന്താ പറയുക, പ്രിലിംസ് എക്സാം ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 10 മാർക്കിന് എന്തായാലും കാണാറുണ്ട്. മെയിൻസിലേക്ക് വരുമ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു എന്താ പറയുക വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് പറയാം റീസണിങ് എന്ന് പറയുന്നത്. ഒരുപാട് ഇക്വേഷൻസ് ഒന്നും കാണാൻ പഠിക്കേണ്ട, ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ കൺസെപ്റ്റുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോ ടോപ്പിക്കിലെയും കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിന് പറ്റിയ ടോപ്പിക് അല്ലെങ്കിൽ അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റിയ ടോപ്പിക്കാണ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ റീസണിങ്ങിനകത്ത് തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്, അത് കോഡിങ് ഡീകോഡിങ്. ഓക്കെ, എന്തുകൊണ്ട് കോഡിങ് ഡീകോഡിങ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് കോഡിങ് ഡീകോഡിങ് എന്ന് പറയുന്നത്. നമുക്ക് റീസണിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ ടൈം പോകാൻ ചാൻസ് ഉള്ളത്, നമ്മുടെ കയ്യിൽ നിന്ന് ടൈം കളയാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് കോഡിങ് ഡീകോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്താ പറയുക, ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കാണ് കോഡിങ് ഡീകോഡിങ്. എന്തുകൊണ്ട് കോഡിങ് ഡീകോഡിങ് എന്ന് വെച്ചാൽ നമുക്ക് കോഡിങ് ഡീകോഡിങ് മാത്രമല്ല ലോജിക്ക് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ഓക്കെ, ലോജിക്ക് ബേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ എന്താ പറയുക, എക്സാമ്പിൾ ഇപ്പോൾ സീരീസ് പറയാം, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് എന്ന് പറഞ്ഞിട്ട് സീരീസിന്റെ ക്വസ്റ്റ്യൻ തരാറുണ്ടല്ലോ, അത്. ഓക്കെ, അതുപോലെ തന്നെ ഈ കോഡിങ് ഡീകോഡിങ്. പിന്നെ വരുന്നത് നമ്മുടെ എന്താ പറയുക, അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്. അനലോഗി എന്ന് വെച്ചാൽ സാമ്യത എടുക്കുന്നത്. രണ്ടുപേര് നമ്മളെ സാമ്യത നോക്കിയിട്ട് മൂന്നാമത്തെ ആൾക്ക് അതേ സാമ്യതയിൽ അതേ റിലേഷനിൽ വരുന്ന ആളെ കണ്ടുപിടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്ക്. അതുപോലെ ഓഡ് വൺ ഔട്ട്, ഒറ്റയനെ കണ്ടെത്തുക എന്ന് പറയുന്നത്, അത് നമ്പർ വെച്ച് ലെറ്റർ വെച്ച് ക്വസ്റ്റ്യൻ വരും. ഇതെല്ലാം ഓക്കെ, ഇതെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളിൽ ഒന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, കുറച്ച് ഇമ്പോർട്ടൻസ് റീസണിങ്ങിൽ കൊടുക്കേണ്ട ടോപ്പിക്കുമാണ് ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് തന്നെയാണ് കോഡിങ് ഡീകോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റിനും വലിയ പാടായിരിക്കത്തില്ല. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടഫായിട്ട് വരിക, ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കപ്പോഴും എന്താ പറയുക, PSC എക്സാമുകളിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കാറുണ്ട് അല്ലേ. റീസണിങ് എടുത്താലും മാത്സ് എടുത്താലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിച്ചവർ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് കോഡിങ് ഡീകോഡിങ് എന്ന് പറഞ്ഞത്. പലപ്പോഴും ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഉള്ള റീസെന്റ് എക്സാമുകളിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. മുൻപുള്ള എക്സാമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉള്ള റീസെന്റ് ആയിട്ടുള്ള എക്സാമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പം മെയിൻലി നിങ്ങൾ നോക്കേണ്ടത് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, റീസണിങ്ങിൽ എല്ലാ ടോപ്പിക്കിലും നമ്മൾ നല്ലപോലെ തന്നെ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുവാണ്. ഓക്കെ, നിങ്ങളെല്ലാം റെഡി ആണല്ലോ അല്ലേ. അപ്പോൾ ഫസ്റ്റ് കോഡിങ്ങും ഡീകോഡിങ്ങിനെ കുറിച്ച് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. കോഡിങ് ഡീകോഡിങ്ങിൽ മെയിൻ ആയിട്ട് നമുക്ക് ചോദിക്കുന്നത് ലെറ്റർ കോഡിങ്ങും നമ്പർ കോഡിങ്ങും ആണ്. ഓക്കെ, ലെറ്റർ കോഡിങ്ങും നമ്പർ കോഡിങ്ങും ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡ് തന്നിട്ട് അതിൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് കോഡ് ചെയ്ത് നിങ്ങൾക്ക് തരാറുണ്ട്. അതുപോലെ ഒരു വേർഡ് തന്നിട്ട് നമ്പേഴ്സ് ഉപയോഗിച്ച് കോഡ് ചെയ്തും തരാറുണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് കോഡ് ചെയ്യുമ്പോഴും നമ്പേഴ്സ് ഉപയോഗിച്ച് കോഡ് ചെയ്യുമ്പോഴും നോർമലി പലരും പറയുന്നത്, പല സൈറ്റുകളിലോ അല്ലെങ്കിൽ പലരും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫബറ്റ്സ് എല്ലാം കാണാൻ പഠിക്കുക, ആൽഫബറ്റ്സിന്റെ പൊസിഷൻസ് എല്ലാം കാണാൻ പഠിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊന്നും കാണാൻ പഠിക്കാൻ നിൽക്കരുത്. ഓക്കെ, മെയിൻലി നമ്മൾ എക്സാം ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത്, ഒരു എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും. ആ ടെൻഷനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ലെറ്റേഴ്സിന്റെ പൊസിഷനോ അല്ലെങ്കിൽ റിവേഴ്സ് പൊസിഷനൊക്കെ ഓർത്തെടുക്കാൻ ചിലപ്പോൾ സമയം എടുക്കും. അല്ലെങ്കിൽ നമുക്കൊരു ഈസി ആയിട്ടുള്ള ലോജിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്പർ വെച്ചൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചില ലോജിക്കൽ കണ്ടുപിടിക്കാൻ ഒരുപാട് ഡിഫറൻസ് ഉള്ള കേസുകളൊക്കെ വരാറുണ്ട്. അങ്ങനെ ഒരു ഒരുപാട് ടൈം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതിനേക്കാൾ നല്ലത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്കൊരു ആൽഫബറ്റ് ടേബിൾ അങ്ങ് വരച്ചിട്ടാൽ മതി. നിങ്ങൾ എപ്പോഴും ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തല്ല, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോഡിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണ്, അല്ലെങ്കിൽ സീരീസിന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുവാണ്, ആൽഫബറ്റ്സ് റിലേറ്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണ്, നിങ്ങൾക്ക് ടേബിളിന്റെ ആവശ്യം വരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ ടേബിൾ എഴുതുക. അപ്പോൾ ടേബിൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, A മുതൽ M വരെ എഴുതിയിട്ട് N മുതൽ Z വരെ തിരിച്ചെഴുതുകയാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്. ഓക്കെ, A to M എഴുതുക, N to Z തിരിച്ചെഴുതുക. ഇങ്ങനെ എഴുതുന്നതിന്റെ യൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ലെറ്റേഴ്സ് തമ്മിൽ വേണമെങ്കിലും പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ലെറ്റേഴ്സ് പെട്ടെന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ ഡിക്ക് പകരം I കൊടുത്തു, ഞാൻ നോക്കുമ്പോൾ ഡി കഴിഞ്ഞാൽ 5 ലെറ്റർ കഴിഞ്ഞിട്ട് I ഇരിക്കുന്നത്. പിന്നെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ടേബിൾ എഴുതി വെക്കുന്നത്. വലിയ ഡിഫറൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ ടൈം എടുക്കും.
അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഇവിടെ പൊസിഷൻസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും, റിവേഴ്സ് പൊസിഷൻ പറയാൻ പറ്റും. റിവേഴ്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇസഡിൽ നിന്ന് 1, 2, 3, 4 നമ്പർ ഇട്ട് പോവുകയാണെങ്കിൽ കിട്ടുന്ന പൊസിഷനാണ് നമ്മൾ റിവേഴ്സ് പൊസിഷൻ എന്ന് പറയാം അല്ലേ. റിവേഴ്സ് പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അതുപോലെ റിവേഴ്സ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ലെറ്റർ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഇവിടെ നോക്കിയാൽ പെട്ടെന്ന് പറയാൻ പറ്റും. എഫിൻ ലെറ്റർ യു ആണെന്ന്, ഓപ്പോസിറ്റ് ലെറ്റർ യു ആണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ ഇതിനകത്ത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ടേബിൾ ഇങ്ങനെ എഴുതി വെക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു എക്സാമിന് ഒരു ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ, ലെറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടേബിൾ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കുക. ടേബിൾ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് ആൻസറിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനായിട്ട് കാണിക്കുമ്പോഴും കുറച്ച് ടൈം ഞാൻ തരും, നിങ്ങൾ മാക്സിമം സ്പീഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇത് ടൈം കൺസ്യൂമിങ് ടോപ്പിക് ആണ്, മാക്സിമം സ്പീഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരു 2 മിനിറ്റ്സ് ഞാൻ തരും, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് വർക്കൗട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ടേബിൾ ഒന്ന് വരച്ച് വെക്കുക. ഓക്കെ, ഇപ്പോൾ തന്നെ ടേബിൾ ഒന്ന് വരച്ച് വെക്കുക. A to M എഴുതുക, N to Z എഴുതുക, എൻ്റെ നമ്പേഴ്സ് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ആ ലെറ്റേഴ്സും, എപ്പോഴും ഞാൻ പറയുന്നവരാണ്, നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്, ഒരു വേർഡും കോഡും കിട്ടുന്ന സമയത്ത് അത് ലെറ്റർ കോഡിങ് ആണെങ്കിൽ, മെയിനായിട്ടും ലെറ്റർ കോഡിങ് ആണെങ്കിൽ ആ വേർഡും കോഡും ഒന്ന് എടുത്തെഴുതാം. ഓക്കെ, ആ വേർഡും കോഡും ഒന്ന് എടുത്തെഴുതിയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് എളുപ്പം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ മാക്സിമം സ്പീഡ്, നിങ്ങൾ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന സമയമാണ്, മാക്സിമം സ്പീഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോജിക്കൽ കണ്ടുപിടിക്കാൻ പറ്റിയ അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടീച്ചർ എന്ന വാക്കിനെ കോഡ് രൂപത്തിൽ YJFHMJW എന്നെഴുതിയാൽ എഡ്യൂക്കേഷൻ എന്ന വാക്കിന്റെ കോഡ് രൂപം എന്തായിരിക്കും? ഓപ്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആ വേർഡും കോഡും ഒന്ന് എടുത്തെഴുതുക. ആ വേർഡും കോഡും എടുത്തെഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമ്പയർ ചെയ്യുക. ടേബിൾ ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്, നിങ്ങൾ ടേബിൾ വരച്ചിട്ട് നിങ്ങൾ അവിടെ നോക്കുക, അതായിരിക്കും നല്ലത്. സ്ക്രീനിൽ നോക്കുന്നതിനാണ് ടേബിൾ അവിടെ നിങ്ങൾ എഴുതി വെച്ചാലും നോക്കുക. എന്നിട്ട് ലെറ്റേഴ്സ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്ത് ലോജിക്കിലാണ് ആ വേർഡ് കോഡായി മാറിയത് നിങ്ങൾ നോക്കുക. അതേ ലോജിക്ക് അപ്ലൈ ചെയ്ത് എഡ്യൂക്കേഷനെ മാറ്റി എഴുതി നോക്കുക, നിങ്ങളുടെ ആൻസർ കിട്ടും. ഞാൻ എന്തായാലും ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്, നിങ്ങൾ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആൻസർ കിട്ടുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കറക്റ്റ് ആണോ ശരിയാണോ എന്നുള്ള കാര്യം അവിടെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നിങ്ങൾ കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഒരു ലെറ്റർ കോഡിങ് ആണെങ്കിൽ, പ്രത്യേകിച്ച് ലെറ്റർ കോഡിങ് ആണെങ്കിൽ ആ വേർഡും കോഡും ഒന്ന് എടുത്തെഴുതുക. കാരണം നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സെൻറ്റൻസ് വൈസ് ക്വസ്റ്റ്യൻ കിടക്കുന്ന സമയത്ത് ടീച്ചർ ഇവിടെയും നെട്ട് താഴെ ഇവിടെ കോഡും കിടപ്പുണ്ട്, നമുക്ക് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും കോഡ് കിടക്കുക. ഓക്കെ, ഇവിടെ ആയിരിക്കും ചിലപ്പോൾ കോഡ് എടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് കമ്പയർ ചെയ്യാന്ന് പറയും. ഇവിടെ നോക്കി ഇവിടെ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ വെച്ചാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വേർഡും കോഡും എടുത്ത് എഴുതാൻ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ വേർഡും കോഡും എടുത്ത് എഴുതുവാണ്. ഇവിടെ വരുമ്പോൾ ടീച്ചർ എന്ന വേർഡ് തന്നിട്ടുണ്ട്, അതിനവിടെ കോഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലെറ്റേഴ്സ് സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് ടേബിളിലോട്ട് ഞാൻ പോയി നോക്കും. ഇപ്പോൾ ഞാൻ ടിയും വൈയും നോക്കുകയാണ്. ടിയും വൈയും ഞാൻ നോക്കുന്ന സമയത്ത് ടി കഴിഞ്ഞ് ഒരു 5 ലെറ്റേഴ്സ് കഴിഞ്ഞാണ് വൈ വരുന്നത്. കാരണം ടിയുടെ പൊസിഷൻ 20യും വൈയുടെ പൊസിഷൻ 25 ആണ്. അപ്പോൾ 20 കഴിഞ്ഞ് 5 കൂടുമ്പോഴേ 25 വരുന്നത്. അപ്പം അങ്ങനെ എടുക്കാം. അപ്പോൾ ടി കഴിഞ്ഞൊരു 5 പൊസിഷൻ കഴിഞ്ഞ് വരുന്നതാണ് നമുക്ക് ആരെന്ന് പറയുന്നത്, വൈ എന്ന് പറയുന്നത്. അതുപോലെ ഇയും ജെയും ഞാൻ നോക്കുന്ന സമയത്ത് ഇയുടെ പൊസിഷൻ 5ആണ്, ജെയുടെ പൊസിഷൻ 10 ആണ്. ഒരു 5 ലെറ്റർ കഴിഞ്ഞിട്ടാണ് ആര് വന്നിരിക്കുന്നത്, ജെ വന്നിരിക്കുന്നത്. എയും എഫും ഞാൻ നോക്കുകയാണ്. എയും എഫും നോക്കുമ്പോൾ 1 + 5 6 അല്ലേ, ഒരു 5 ലെറ്റർ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. സിയും എച്ച് ഞാൻ നോക്കുകയാണ്, 5 3 8 അല്ലേ, പ്ലസ് വൈ പൊസിഷൻ വരുമല്ലേ. എച്ച് എം ഞാൻ നോക്കുകയാണ്. എച്ച് എം നോക്കുന്ന സമയത്ത് എവിടെ എച്ച് എവിടെ എച്ച് എം ഞാൻ നോക്കുന്ന സമയത്ത് 8 5 13 പ്ലസ് 5 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കാം, പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇതിപ്പോൾ കുഴപ്പമില്ല, ഇതിൽ ചിലപ്പോൾ കറക്റ്റായി കിട്ടും. പക്ഷേ ആദ്യത്തെ 2 3 ലെറ്റർ നോക്കുമ്പോൾ പലരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം +5 ആണ് എന്ന് പറഞ്ഞിട്ട് പലരും ചെയ്യാറുണ്ട്. ശ്രദ്ധിക്കാം, ചിലപ്പോൾ ഇവർ ഇടയ്ക്ക് വെച്ചൊക്കെ പാറ്റേൺ മാറ്റാറുണ്ട്. പകുതിക്ക് വെച്ചൊക്കെ പകുതി +5 ബാക്കിയുള്ളത് വേറെ എന്തെങ്കിലും കൊടുക്കുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് ത്രൂ ഔട്ട് ലെറ്റേഴ്സ് ഒന്ന് കമ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇയും ജെയും നോക്കുകയാണെങ്കിൽ +5 ആണ്, ആറും ഡബ്ല്യൂയും നോക്കുകയാണെങ്കിൽ എന്ത് തന്നെയാണ് +5 ആണ്. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, ലോജിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് എല്ലാ ലെറ്റേഴ്സിനെയും +5 പൊസിഷൻ മാറ്റി വരുവാണ്. ഒരു കോൺസ്റ്റന്റ് നമ്പർ എല്ലാ ലെറ്റേഴ്സിനും എന്താണ് പൊസിഷൻ മാറ്റിയുള്ള ലെറ്റേഴ്സിനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ലോജിക്ക് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നേരെ തന്നിരുന്ന വേർഡിനെ ഓരോന്നായിട്ട് നമ്മൾ വേർഡിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എഴുതാൻ നിൽക്കണ്ട കേട്ടോ. സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് ഒന്ന് നോക്കുക. ഇപ്പോൾ ഇ കഴിഞ്ഞിട്ട് 5 ലെറ്റർ കഴിഞ്ഞിട്ട് വരുന്ന ഏതാണ്, ജെ ആണ്. നമ്മൾ നോക്കുമ്പോൾ 4 ഓപ്ഷനിലും ജെ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഡി കഴിഞ്ഞിട്ട് 5 ലെറ്റർ കഴിഞ്ഞ് വരായിരിക്കും 4 + 5 അല്ലേ 9, ഐ ആയിരിക്കും. രണ്ടാമത്തേൽ ഐ വരുന്ന ഓപ്ഷൻസ് 2 എണ്ണേ ഉള്ളൂ. ഫസ്റ്റും സെക്കൻഡ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എലിമിനേഷൻ ആണ് ഏറ്റവും ബെറ്റർ. അല്ലെ എല്ലാ ലെറ്ററിൻ്റെ എഴുതി വെക്കാൻ സമയം കളയില്ല. ഓക്കെ, ജസ്റ്റ് 1 2 ലെറ്റർ കഴിയുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് അത് മാക്സിമം ശ്രദ്ധിക്കുക. അടുത്ത യു ആണ്. യുവിൻ്റെ 5 കൂട്ടുക. യു എന്ന് പറഞ്ഞാൽ 21 ആണ്. 5 കൂട്ടുമ്പോൾ എന്താ ഇസഡ് ആയിട്ട് അല്ലേ, ഏതായിരിക്കും ആൻസർ? 3 ആയിരിക്കും, 4 അല്ല. കണ്ടോ, കഴിഞ്ഞു.
ബാക്കി എഴുതി നോക്കാൻ നിൽക്കണ്ട കേട്ടോ. ബാക്കി എഡ്യൂക്കേഷൻ്റെ ഫുൾ ലെറ്റേഴ്സിനെ നിങ്ങൾ മാറ്റി എഴുതി സമയം കളയരുത്. കാരണം 2 3 ലെറ്റർ കഴിയുമ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് പോകാൻ പറ്റും. ചിലപ്പോൾ ഒരു 3-4 ലെറ്റർ ഒരുപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതിന് ശേഷമുള്ള ലെറ്റേഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എല്ലായിടത്തും ജെ ആണ് ഫസ്റ്റ് ലെറ്റേഴ്സ് അല്ലേ, ഓപ്ഷൻ എല്ലായിടത്തും ജെ ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലെറ്ററിൻ്റെ മാറ്റി എഴുതുന്ന എന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഉറപ്പായിട്ടും ജെ ആയിരിക്കും, കാരണം എല്ലാത്തിനും ജെ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളോട് മനസ്സിൽ വെച്ച് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്ത് പോകാനൂടെ ശ്രമിക്കാം. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും. വെറുതെ എല്ലാം മാറ്റി ചെയ്ത് സമയം കളയണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് ഞാൻ പോവാണ്. നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതുപോലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു വേർഡും ഒരു കോഡും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പുതിയൊരു വേർഡിനെ കോഡ് ചെയ്യാൻ ചോദിച്ചിരിക്കുകയാണ്. ഒന്ന് ചെയ്ത് നോക്കാം. വേർഡും കോഡും എടുത്തെഴുതുക, അത് മനസ്സിൽ വെച്ചേക്കുക. കാരണം അല്ലാണ്ട് കമ്പയർ ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ വന്നിരിക്കുന്നത് നേരെ താഴെ തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പിന്നെയും കമ്പയർ ചെയ്യാൻ പറ്റും അവിടെ. പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല, അവിടെ ഇവിടെ ആയിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതായിരിക്കും, ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വേർഡും കോഡും ഒന്ന് എടുത്തെഴുതുക. വേർഡ് നേരെ താഴെ കോഡ് എടുത്തെഴുതി കമ്പയർ ചെയ്ത് നോക്കുക. നമുക്കറിയാം ലെറ്റർ കോഡിങ് വരുന്ന സമയത്ത് പാരൽ കോഡിങ് വരാറുണ്ട്. അതുപോലെ തന്നെ പാരൽ കോഡിങ് വെച്ചാൽ നേരെ താഴെ തന്നെ കോഡ് ചെയ്ത് വരാറുണ്ട്. റീഅറേഞ്ച്മെന്റ് കോഡിങ് വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെറ്റേഴ്സിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് മാത്രം കോഡ് ചെയ്ത് വരാറുണ്ട്. അവിടെ ടേബിളിൻ്റെ ആവശ്യം പോലും വരത്തില്ല. കാരണം ലെറ്റേഴ്സിന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ ഇപ്പോൾ സെഞ്ചുറിയിലെ വേർഡ്സിന് തന്നെ നമുക്ക് ലെറ്റേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചെഴുതി വെക്കാം. അതൊരു കോഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ഏറ്റവും ആദ്യം വൈ, പിന്നെ ആർ, പിന്നെ യു, പിന്നെ ടി എൻ, അങ്ങനത്തെ പാറ്റേൺ ഒക്കെ വരാറുണ്ട് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ പാറ്റേൺസ് ആണ്. ഓക്കെ, ഞാൻ 5 ക്വസ്റ്റ്യൻ എടുത്തെങ്കിലും 5ഉം ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള കുറച്ച് പാറ്റേൺസും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പാറ്റേൺസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ 5 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആൻസർ പറയാം. ഞാനപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യാനായിട്ട്. അപ്പം വേർഡും കോഡും ഞാനൊന്ന് എടുത്ത് എഴുതുവാണേ. അവിടെ നോക്കുക, സെഞ്ചുറി എന്ന് പറയുന്നതാണ് വേർഡ്. കോഡ് വരുമ്പോഴത്തേക്കും AGLVSTW. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് ടേബിളിൻ്റെ സഹായത്തോടെ നോക്കാൻ പോവാണ്. ഞാൻ സിയും എയും ഞാൻ നോക്കുന്ന സമയത്ത് സി എന്ന് 2 ലെറ്റർ പുറകിലോട്ട് ആര് വരുന്നത്, എ വരുന്നത്. നമുക്ക് എന്ത് പറയാം, -2 ആണെന്ന് പറയാം അല്ലേ. അടുത്ത ഇന്ന് ജിയിലേക്ക് വരുവാണ്. ഇന്ന് ജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇ കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞിട്ട് ആര് വന്നിരിക്കുന്നത്, ജി വന്നിരിക്കുന്നത്. +2 ആണെന്ന് പറയാം അല്ലേ. എന്നും എല്ലും നോക്കുകയാണ്. എന്നും എല്ലും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്നിന് 2 ലെറ്റർ പുറകിലാണ് ആര് വരുന്നത്, എല്ല് വരുന്നത് അല്ലേ, -2. ടിയും ബിയും ഞാൻ നോക്കുകയാണ്. ടി കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞാണ് ആര് വരുന്നത്, +2 വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഇപ്പം തന്നെ അല്ലേ. എന്താണ്, ആദ്യം 2 ലെറ്റർ പുറകിലോട്ട് എടുത്തു, ആ 2 ലെറ്റർ ഫ്രണ്ടിലോട്ട് എടുത്തു, വീണ്ടും പുറകിലോട്ട് എടുത്തു, വീണ്ടും അങ്ങനെ. ഇത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും ചെയ്തു പോവാണ്. അത് 2 ലെറ്റേഴ്സ് വെച്ചാണ് കേട്ടോ. ഇത് വേറെ രീതി വേണേൽ വരാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ നോക്കുക, ആദ്യം -2 ചെയ്തു, അത് സി ആണ്, കൺസൺ ലെറ്റർ ആയതുകൊണ്ട് -2 ചെയ്തു. ഈ വന്നപ്പോൾ +2 ചെയ്തു, അതൊരു വവ്വലായതുകൊണ്ട് +2 ചെയ്തു. അങ്ങനെയും വരാം. അടുത്ത എന്നെ വരുമ്പോൾ -2 ചെയ്യും. അപ്പോൾ ടി വന്നിട്ട് വീണ്ടും -2 ആണ് ചെയ്തെങ്കിൽ നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് കൺസണൻസിനെ -2 ചെയ്യുന്നു, വവ്വൽസിനെ അവരെന്ത് ചെയ്യുന്നു, +2 ചെയ്യുന്നു. അങ്ങനത്തെ പാറ്റേൺസും വരാറുണ്ട്. ഇത് അങ്ങനത്തെ പാറ്റേൺ അല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. അങ്ങനത്തെ പാറ്റേൺസും വരാം, കൺഫ്യൂസ്ഡ് ആവരുത്. അങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നോക്കുക. ഇങ്ങനത്തെ നമ്മൾ കോഡിംഗ് ഡീകോഡിൽ മെയിനായിട്ടും ചെയ്യേണ്ടത്, ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരുപാട് ലോജിക്കുകൾ നമ്മൾ കാണും. ഈ ഒരുപാട് ലോജിക്കുകൾ കാണുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് എന്താണ് ആ ലോജിക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ചിന്തിക്കണം. കാരണം ആദ്യം നമ്മൾ കാണുന്ന ലോജിക്കാണെങ്കിൽ ഒരുപാട് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതിനോട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പോൾ യു എസ് ഞാൻ നോക്കുവാണെങ്കിൽ യു എന്ന് 2 ലെറ്റർ പുറകിലോട്ടാണ്. ആറും ടിയും നോക്കിയാൽ +2 ആണ്. വൈയും ഡബ്ല്യൂയും നോക്കുവാണെങ്കിൽ -2 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഓൾട്ടർനേറ്റീവ് ആയിട്ട് -2 +2 -2 +2 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ സച്ചിനെ കോഡ് ചെയ്യാൻ അവർ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ സച്ചിനെ കോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്, നമ്മൾ എഴുതാൻ നിൽക്കണ്ട, മുഴുവനായിട്ട് കോഡ് എഴുതാൻ നിൽക്കണ്ട. എസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, -2 ചെയ്യുക. അപ്പോൾ എസ്സിന്ന് -2 പോകുമ്പോൾ നമുക്ക് എന്താ വരിക, ക്യൂ ആയിരിക്കും വരിക. അപ്പോൾ യു ഉള്ള 2 ഓപ്ഷൻ ആദ്യമേ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലേ. ഇനി ക്യൂ ഉള്ള ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ലെറ്റർ സെയിം ആണ്, സിയും എയും തന്നെയാണ്. അപ്പോൾ 2, 3 വരെ നോക്കണ്ട. 4ാമത്തെ ലെറ്ററിലേക്ക് പോകാം. 4ാമത്തെ ലെറ്ററിലേക്ക് ഇപ്പോൾ ആദ്യം -2, പിന്നെ +2, പിന്നെ -2, +2. എച്ചിനോട് +2 കൂടുന്ന ആരും നോക്കുക. എച്ചിനോട് +2 കൂടുമ്പോൾ ആരാ വരിക, ക്യൂ ആയിരിക്കും, സോറി ജെ ആയിരിക്കും വരിക. ജെ വരുന്ന ആൻസർ ഏതാ, 2 ആണ്. വണ്ണം കളയാം, കണ്ടോ, കഴിഞ്ഞു, ആൻസറായി കഴിഞ്ഞു. കണ്ടോ, ഇങ്ങനെ നമുക്ക് ചെയ്യാം. ബാക്കിയുള്ള ലെറ്റേഴ്സ് നോക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആയിരിക്കും. കാരണം അതുവരെ കറക്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ളത് കറക്റ്റ് ആവുന്ന ആ ഒരു ഓപ്ഷൻ മാത്രമേ വരത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഒന്നും വരത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്ത ആൻസറിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് നമ്മൾ ലോജിക് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ കോഡിംഗ് ഡീകോഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. നമ്മുടെ ലോജിക് കണ്ടുപിടിച്ചാലേ പറ്റത്തുള്ളൂ. അത് നമ്മൾ മാക്സിമം സ്പീഡിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഒരു വേർഡും കോഡും ഉണ്ട്. അമേരിക്കയാണ് കോഡ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കുന്ന ഇംഗ്ലണ്ടിലെ കോഡ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മളെ ട്രാപ്പിലാക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനുമാണ്, തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആ വേർഡും കോഡും എടുത്ത് എഴുതുവാണ്.
വേർഡും കോഡും ഞാനൊന്ന് എടുത്ത് എഴുതുവാണ്. അമേരിക്ക എന്ന് പറയുന്നതാണ് വേർഡ്. കോഡ് എഴുതുമ്പോൾ BDJSFNB. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, പെട്ടെന്ന് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ എ ഇവിടെ ബി ആവുന്നു, ഇവിടുത്തെ എ ഇവിടെ ബി ആവുന്നു. അപ്പം ഒരു ലെറ്റർ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ലെറ്റർ അവസാനത്തെ ലെറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ലെറ്റർ കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞ് നേരെ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇ കഴിഞ്ഞിട്ട് എഫ് വരുന്നു, ഓക്കെ, എൻ കഴിഞ്ഞിട്ട് ഒ വരുന്നു, ജി കഴിഞ്ഞിട്ട് എച്ച് വരുന്നു, എൽ കഴിഞ്ഞിട്ട് എം വരുന്നു, എ കഴിഞ്ഞിട്ട് ബി വരുന്നു, എൻ കഴിഞ്ഞിട്ട് ഒ വരുന്നു, ഡി കഴിഞ്ഞിട്ട് ഇ വരുന്നു. ആൻസർ ഇതാണെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യും. ഓക്കെ, കറക്റ്റായിട്ട് നമ്മൾ ആ പറഞ്ഞ സാധനത്തിൻ്റെ ആൻസർ ഓപ്ഷനിൽ കിടപ്പുണ്ട്. നമുക്ക് മനസ്സിലാവത്തില്ല അത് തെറ്റി എന്നുള്ള കാര്യം. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നോക്കണം. ഇവിടുത്തെ പ്രശ്നം എന്താ, നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആദ്യം അവസാനം എ തന്നെയാണ്. നിങ്ങൾക്ക് നേരെ നോക്കുമ്പോഴത്തേക്കും എ കഴിഞ്ഞ ഒരു ലെറ്റർ കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്, അത് അവസാനത്തെ ഓക്കെയാണ്. പക്ഷേ എം കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ കഴിഞ്ഞിട്ടല്ല ഡി വരുന്നത്. എം കഴിഞ്ഞിട്ട് ഒരുപാട് ലെറ്റർ പുറകിലാണ് ഡി വന്നിരിക്കുന്നത്. അതുപോലെ ഇയും ജെയും ഞാൻ നോക്കുന്ന സമയത്ത് ഇ കഴിഞ്ഞ് ഒരു 5 ലെറ്റർ കഴിഞ്ഞിട്ടാണ് ജെ വന്നിരിക്കുന്നത്. ആറും എസും നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ലെറ്റർ ആണ്, ഓക്കെ, ശരി, സമ്മതിക്കാം. ഐയും എഫും ഞാൻ നോക്കുകയാണെങ്കിൽ ഐന് പുറകിലോട്ട് ഒരു 3 ലെറ്റർ കഴിഞ്ഞിട്ടാണ് എഫ് വരുന്നത്. സിയും എന്നും നോക്കിയാൽ സിയും എന്നാൽ ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് പാരലായിട്ടൊരു കോഡിങ് അല്ല, നേരെ താഴെ അല്ല കോഡ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയല്ല കോഡ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പലപ്പോഴും പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ അവസാനത്തെ ലെറ്റർ ജസ്റ്റ് നോക്കുമ്പോൾ ഇത് കറക്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ് ചാടിക്കയറി മാറ്റി എഴുതും. അങ്ങനെയാണ് മിസ്റ്റേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ അവിടെ നോക്കുന്ന സമയത്ത് ആദ്യത്തെ അവസാനത്തെ ഒരേ ലെറ്റർ ആയതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ തെറ്റിക്കാൻ ചാൻസ് കൂടുതൽ. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവിടെ നമുക്ക് ലെറ്റർ മാറുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്ററിൽ വേറെ ലെറ്റേഴ്സാണ്, മാറ്റമുള്ള ലെറ്റേഴ്സാണ് താഴെ കോഡ് തന്നിരിക്കുന്നത്. പക്ഷേ ലെറ്റർ മാറിയിട്ട് നേരെ താഴെയല്ല എഴുതിയിരിക്കുന്നത്, അല്ലേ, നേരെ താഴെയല്ല എഴുതിയിരിക്കുന്നത്. ലെറ്റർ മാറ്റിയിട്ട് അവരെന്ത് ചെയ്യുന്നു, വേറെ എവിടെയോ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ലെറ്റേഴ്സ് തമ്മിൽ കമ്പയർ സമയത്ത് ഇപ്പോൾ എയും ബിയും ഞാൻ ഫസ്റ്റ് ലെറ്റേഴ്സ് കറക്റ്റായിട്ട് വരുന്നുണ്ട്, എമ്മും ഡിയും കറക്റ്റായിട്ട് വരുന്നില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എ കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്ററാണ് ബി, നമുക്കറിയാം. എ കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ ബി, ദ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, അല്ലേ. എം കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ ഏതാണ്, എൻ ആണ്, ദ എൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇ കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ ഏതാണ്, എഫ് ആണ്, ദ വന്നിട്ടുണ്ട്. ആർ കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ എസ് വന്നിട്ടുണ്ട്. ഐ കഴിഞ്ഞ് ജെ, സി കഴിഞ്ഞിട്ട് ഡി, എ കഴിഞ്ഞിട്ട് ബി. കണ്ടോ, നിങ്ങൾ നോക്കുവാണെങ്കിൽ കോഡിങ് ഇങ്ങനെ നടന്നിരിക്കുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് ഇത് എങ്ങനെയാണ് പോയിരിക്കുന്നത്, എം എൻ ഇങ്ങനെയാണ്, ഇ എഫ് ദാ ഇങ്ങനെ, ആർ എസ്, ഐ ജെ, സി ഡി, എ ബി, ഇങ്ങനെയാണ് കോഡിങ് നടന്നിരിക്കുന്നത്. കണ്ടോ, ലെറ്റർ മാറുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പൊസിഷനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഇത് രണ്ടും കൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് PSC എക്സാം ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചില പാറ്റേൺസ് മാത്രമേ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. ഒരുപാട് ഹയർ ലെവൽ പാറ്റേൺസ് ഒന്നും ചോദിച്ചിട്ടില്ല. വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറൊന്നുമില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് മെയിനായിട്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മളെന്താ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലോജിക്ക് പെട്ടെന്ന് കാണുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ലോജിക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലർക്കെങ്കിലും നോക്കി എന്താണ് ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്, എന്തുകൊണ്ട് എം കഴിഞ്ഞിട്ട് ഡി വരുന്നു, അല്ലെങ്കിൽ ഇ കഴിഞ്ഞിട്ട് ജെ വരുന്നു, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കത്തുള്ളൂ പലരും. ഈ എം കഴിഞ്ഞിട്ട് എമ്മിന് പകരമുള്ള ആളെ എഴുതിയിരിക്കുന്നത് എവിടെയാണ്, കാരണം നമുക്ക് ലെറ്റർ മാറുന്ന കണ്ടിരിക്കണം, പൊസിഷൻ മാറുന്ന ഇടണം. ലെറ്റേഴ്സ് ഒരു +1 പൊസിഷൻ മാറിയതുകൊണ്ട് തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് ലെറ്റേഴ്സ് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ഒരു 3-4 ലെറ്റർ കഴിഞ്ഞ് വരുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ലോജിക്കൽ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് പോകുമ്പോൾ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഡിയുടെ കോഡായിരിക്കും എന്ത് ചെയ്യുക, ഫസ്റ്റ് വരിക, അല്ലേ. ഡിയുടെ കോഡ് ഏതാ വരുന്നത്, തൊട്ടടുത്ത ലെറ്റർ ഇ ആ വരുന്നത്. ഇ വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ, 1 ഉം 2 ആയിരിക്കും. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, മൂന്നാമത്തെ ലെറ്റർ ഇവിടെ നിന്ന് മൂന്നാമത്തെ ലെറ്ററാണ്. എയുടെ നെക്സ്റ്റ് കോഡ് ഏതാണ്, നെക്സ്റ്റ് ലെറ്റർ ഏതാണ്, ബി ആണ്, അല്ലേ. അത് വന്നിരിക്കുന്നത് ഏതാണ്, 2-ലാണ്. 1 എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ 2 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് അവിടുത്തെ ആൻസറിലേക്ക് നമ്മൾ പോവുക. ക്ലിയർ ആണോ ഇത്? നമുക്ക് ലെറ്റർ കോഡിങ് വരുന്ന സമയത്ത് പാരലായിട്ടുള്ള കോഡിങ് വരും. നമ്മൾ നേരത്തെ കണ്ട പോലെ നേരെ താഴെ തന്നെ കോഡ് ചെയ്ത് വരാറുണ്ട്. അതുപോലെ കോഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പൊസിഷൻ കൂടെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, കോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ലെറ്റർ മാറുന്നത് കണ്ടുപിടിക്കണം, പൊസിഷൻ മാറുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കണ്ടുപിടിക്കേണ്ടി വരും. അത് രണ്ടും കണ്ടുപിടിച്ചാലേ നമുക്ക് എന്താണ് ആൻസറിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ സിംഗിൾ നമ്പർ കോഡിംഗ് ആണ്. ഓക്കെ, സിംഗിൾ നമ്പർ കോഡിങ്ങിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ്, ഒരുപാട് പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ആ പാറ്റേൺസ് തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് ഇത് ഉറപ്പായിട്ടും ചെക്ക് ചെയ്താൽ കിട്ടും. നമ്മൾ നോർമലി ചെയ്യുന്നത് സിംഗിൾ നമ്പർ കോഡിങ്ങോ അല്ലെങ്കിൽ അല്ലാത്ത നമ്പർ കോഡിങ്ങോ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ ലെറ്റേഴ്സിൻ്റെയും പൊസിഷനും റിവേഴ്സ് പൊസിഷനുമായിട്ട് ഈ നമ്പേഴ്സ് കമ്പയർ ചെയ്ത് നോക്കുകയാണ്.
പൊസിഷൻസ് എഴുതി വെച്ചിട്ട് നമ്മൾ ആ നമ്പേഴ്സും ഇതുമായിട്ട് കമ്പയർ നോക്കും. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് പൊസിഷനായിട്ട് ബന്ധമൊന്നും തോന്നുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിവേഴ്സ് പൊസിഷനും ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കും, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് തോന്നും, ഓക്കെ നോക്കും. അങ്ങനെ ആ ലോജിക്ക് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് തന്നിക്കുന്ന വേർഡിന് മാറ്റി എഴുതുവാണ്. ഇവിടെ സിംഗിൾ നമ്പർ കോഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം എക്സാമ്പിളുകൾ ഉറപ്പായിട്ടും തരും. കാരണം ഈ ഒരു വേർഡും ഒരു സിംഗിൾ നമ്പറും തരുമ്പോൾ നമുക്ക് പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഏത് എടുക്കണം എന്നുള്ളത് തീരുമാനിക്കാനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു എക്സാമ്പിളുടെ എക്സ്ട്രാ തരുന്നത്. അപ്പോൾ രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ലോജിക്ക്, നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കുന്ന ലോജിക്ക് ഇവിടെയും സാറ്റിസ്ഫൈ ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ പറയാം, ജസ്റ്റ് വെറുതെ ഒരു എക്സാമ്പിൾ പറയാം, അതല്ല അവിടുത്തെ ലോജിക്ക് എങ്കിലും ഞാനൊന്ന് പറയുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹാൻഡ് എന്ന് പറയുന്ന വേർഡിൽ ഒരു 3 കൺസണൻസ് ഉണ്ട്, ഒരു വവൽ ഉണ്ട്. എനിക്ക് പറയാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇതിലുള്ള കൺസണൻസിൻ്റെ ക്യൂബാണ് 27 എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലുള്ള നമ്പർ ഓഫ് കൺസണൻസിൻ്റെ ക്യൂബാണ് 27 എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഹാൻഡും 27 മാത്രം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ലോജിക്ക് പറയാം. ഡിഫറൻ്റ് ആയിട്ടുള്ള ലോജിക്കൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതാണ് ഒന്നിലധികം എക്സാമ്പിൾ നമുക്ക് തരുന്നത്. ലെറ്റർ കോഡിങ്ങിൻ്റെ കേസിൽ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലോജിക്കൽ ഒരുപാട് വരത്തില്ല. അതുകൊണ്ടാണ് അവിടെ സിംഗിൾ ലെറ്റർ വേർഡ് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ സിംഗിൾ വേർഡ് വരാതെ ഒന്നിലധികം വേർഡ് വരാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നിക്കുന്ന വേർഡുകളിലെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്ന ലോജിക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യാവും, മാറ്റി എഴുതാവും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ, ആ കോഡല്ല, അങ്ങനത്തെ ലോജിക്കൽ വേണമെങ്കിൽ വരാം, പക്ഷെ അങ്ങനത്തെ ലോജിക്ക് അല്ല ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വർക്കിൽ നമുക്ക് 3 ലെറ്റേഴ്സ് അവിടെ ഉള്ളത്, അതിനാണ് അവിടെയും 27 പറഞ്ഞായിരുന്നു, അതല്ല വന്നിരുന്നത്. അതുപോലെ 67 ഒരു ക്യൂബ് നമ്പർ അല്ല, ഇതൊരു ക്യൂബ് നമ്പർ ആണെങ്കിലും ഇതൊരു ക്യൂബ് നമ്പർ അല്ല. അപ്പം ആ ക്യൂബ് എന്നുള്ള കൺസെപ്റ്റ് അവിടെ യൂസ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ എന്താ ലോജിക്ക് വരുന്നത് നോക്കിയേ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ജസ്റ്റ് പൊസിഷൻസും റിവേഴ്സ് പൊസിഷനൊക്കെ ഒന്ന് എഴുതി നോക്കും. ഇപ്പോൾ പൊസിഷൻസ് എഴുതി നോക്കുമ്പോൾ ഇത് കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ഹാൻഡ് എടുക്കുന്ന സമയത്ത് എച്ചിൻ്റെ പൊസിഷൻ 8 ആണ്, എയുടെ പൊസിഷൻ 1 ആണ്, എന്നിൻ്റെ പൊസിഷൻ 14 ആണ്, ഡിയുടെ പൊസിഷൻ 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നമ്പേഴ്സും ഇതുമായിട്ട് കമ്പയർ ചെയ്യുക, എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ, എങ്ങനെയെങ്കിലും ഇപ്പോൾ 8 റിലേറ്റ് ചെയ്താണോ 27, അതോ 4 റിലേറ്റ് ചെയ്തോ 14 റിലേറ്റ് ചെയ്തോ, ഇവരും എല്ലാവരും റിലേറ്റ് ചെയ്ത് തരുന്നതോ ഫസ്റ്റ് ലാസ്റ്റ് ലെറ്റർ മാത്രം റിലേറ്റ്, ഇങ്ങനെ പല രീതിയിൽ വരാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏതെങ്കിലും ലെറ്ററിൻ്റെ പൊസിഷൻ എഴുതി വെക്കാം, റിവേഴ്സ് പൊസിഷൻ എഴുതി വെക്കാം, അല്ലെങ്കിൽ പൊസിഷൻ്റെ റിവേഴ്സ് എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ, നേരത്തെ പറഞ്ഞ എന്താ പറയുക ക്യൂബോ സ്ക്വയറോ ഒക്കെ എടുത്തുള്ള നമ്പേഴ്സ് ഉള്ള രീതിയിൽ വരാം, നമ്പർ ഓഫ് ലെറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ലോജിക്കൽ നമുക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ലെറ്റേഴ്സിൻ്റെ പൊസിഷൻസ് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 8 + 1 + 14 + 4, 14 4 18, 18 8 26, 26 1 27, കണ്ടോ. അതിലുള്ള ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ എടുത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 27 കിട്ടുന്നുണ്ട്. അതുപോലെ വർക്ക് എടുത്ത് നോക്കാം. വർക്കിൻ്റെ കേസ് നമ്മളെടുക്കും പൊസിഷൻസ് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. വർക്ക് എടുക്കുന്ന സമയത്ത് W23 ആണ്, O വരുമ്പോൾ 15 ആണ്, R വരുമ്പോൾ 18 ആണ്, K വരുന്ന സമയത്ത് 11 ആണ്. അവിടെ തന്നെ ഉണ്ട്, നമ്മൾ കാണാൻ പഠിച്ച് വെക്കേണ്ട കേട്ടോ. ജസ്റ്റ് അവിടെ നോക്കിയാൽ നമുക്ക് കിട്ടും നമ്പേഴ്സ് പൊസിഷൻസ് ഒക്കെ. ഇതെല്ലാം അവിടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കട്ടെ, 67 വന്ന് കിട്ടുമെന്ന് നോക്കാം നമുക്ക്. 23 ആണ്, അപ്പോൾ 33, 38, 48, 56, 66, 67 കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഓൾ ലെറ്റേഴ്സ് പൊസിഷൻ സം, അതാണ് ഇവിടുത്തെ ലോജിക്ക് എന്ന് പറഞ്ഞു. കഴിഞ്ഞു, ലോജിക്ക് കിട്ടി കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നു, ബോട്ടിലെ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ നോക്കുകയാണ്. B2 ആണ്, O 15 ആണ്, A1 ആണ്, T വരുമ്പോഴത്തേക്കും 20 ആണ്. ഇതിലവിടെ കൂട്ടി നോക്കിയേ, 20, 22, 32, 37, 38, 38 കഴിഞ്ഞു, നമ്മുടെ ആൻസറായി 38. ഓക്കെ, അവൾ നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഇതുപോലെ ഒരുപാട് ലോജിക്കൽ ചെയ്ത് പഠിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ലോജിക്കൽ ഒരുപാട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്താണ് ഇങ്ങനത്തെ ക്വസ്റ്റനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്നുണ്ടോ, ഇങ്ങനെ വരുന്നു നമ്മൾ ചെക്ക് ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ അതൊക്കെ, നമ്മളത് ചെക്ക് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോഡിങ്ങിനകത്ത് നമ്പർ കോഡിംഗ് ആണ്. നമ്പർ കോഡിങ്ങിൽ ഏറ്റവും ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ഈസി ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഇതെല്ലാം നമ്മൾ PYQ എടുത്തിരിക്കുന്നത് കേട്ടോ. PYQ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിംഗ് ഡീകോഡിംഗ് ആയതുകൊണ്ട് തന്നെ ലോജിക്കൽ ഒരുപാട് നിങ്ങൾ കാണണം. ആ ലോജിക്കൽ ചോദിച്ച ലോജിക്കൽ തന്നെ നിങ്ങൾ കാണണം. അപ്പോഴേ PSC എക്സാം നമ്മൾ എങ്ങനെയൊക്കെ ലോജിക്ക് ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ എന്താണ് അവർക്ക് മാറ്റി ചോദിക്കാം എന്നൊരു ഐഡിയ നമുക്ക് എടുക്കാനുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് PYQ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് പലർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ചെയറിൻ്റെ കോഡ് 3 4 5 6 7. ഞാൻ എപ്പോഴും പറയുന്നത് ഒരു സിംഗിൾ നമ്പർ ആണെങ്കിൽ ഒരു 27 അല്ലെങ്കിൽ ഒരു 3 ഡിജിറ്റ് നമ്പറൊക്കെ ആയിട്ട് വരുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ അവിടെ ഉറപ്പായിട്ടും എന്താ പറയുക, ഒരു സിംഗിൾ നമ്പർ കോഡിങ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ കുറച്ച് വലിയ നമ്പറാണ് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനകത്തുള്ള എല്ലാ ലെറ്റേഴ്സിനും നമ്പർ കൊടുക്കുന്ന രീതിയിലായിരിക്കും കോഡിങ് വന്നിട്ടുണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക, ഞാനിവിടെ ടേബിൾ വരച്ചിട്ടില്ല, ടേബിൾ ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ടേബിളിൻ്റെ ആവശ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. ടേബിളിൻ്റെ ആവശ്യം ഒട്ടും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്, നമുക്കിതിനകത്ത്
ചെയറിന് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 ലെറ്റേഴ്സ് ഉണ്ട്. നിങ്ങളുടെ കോഡ് നോക്കിയേ, 1 2 3 4 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ചെയറിലുള്ള ഈ ലെറ്റേഴ്സിൻ്റെ കോഡാണ് 3 4 5 6 7 എന്ന് പറയുന്നത്. ഇതിലുള്ള ഓരോ ലെറ്ററിൻ്റെയും കോഡാണ് 3 4 5 6 7 എന്ന് പറയുന്നത്. അപ്പോൾ സിക്ക് എന്തുകൊണ്ട് 3 വരുന്നു, എച്ചിന് എന്തുകൊണ്ട് 4 വരുന്നു, എക്ക് എന്തുകൊണ്ട് 5 വരുന്നു എന്ന് ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന വേർഡ് നോക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡുകൾ നോക്കുക. നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന റിയർ എന്ന് പറയുന്ന വേർഡാണ്. റിയറിലെ ലെറ്റേഴ്സ് ഏതാണ്? ആറും ഇയും എയും ആറും ആണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് നോക്കിയേ, ചെയറിനകത്ത് 6 ഉണ്ട്, എ ഉണ്ട്, 6 ഉണ്ട്. ഇനി എന്തൂടെ ഉള്ളൂ? ഇയും കൂടെ വേണ്ട. റെൻറ്റിനകത്ത് ഈ കിടപ്പില്ലേ? അപ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട വേർഡിലെ ലെറ്റേഴ്സ് എല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ അതിനകത്തുള്ള കോഡൊന്ന് എടുത്തെഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ 6 നിങ്ങൾ നോക്കുവാണ്, 6ൻ്റെ കോഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. രണ്ടിടത്ത് നിങ്ങൾ നോക്കിയാൽ സെയിം കോഡേ കിടക്കുള്ളൂ. 7 ആണ്, കണ്ടോ? 6ൻ്റെ കോഡ് 7 ആണ്. അപ്പോൾ നമുക്ക് 6ൻ്റെ കോഡ് 7 വരുന്ന 2 ഉത്തരവേ ഉള്ളൂ. നമുക്ക് 3ഉം 4ഉം കളയാം. ലാസ്റ്റും 7 വരത്തുള്ളൂ, കാരണം രണ്ടിടത്തും 6 കിടക്കുന്നത് അല്ലേ. അടുത്ത ഈ വരുമ്പോൾ ഇവിടെ കിടക്കുന്നത്, ഈയുടെ കോഡ് എന്താ കിടക്കുന്നത്? 1 7 1. രണ്ടിലും 7 1 തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത കോഡിലാണ് നിശ്ചയിക്കുന്നത്. അടുത്ത ഏതാണ്? എ ആണ്. എയുടെ കോഡ് ഏതാ? മൂന്നാമതിരിക്കുന്ന ലെറ്റർ, അപ്പം 5 ആണ്. 7 1 5 7 ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ലോജിക്കും ചോദിക്കാം. അതുപോലെ തന്നെ ഈ ചെയറിലെ എല്ലാ ലെറ്റേഴ്സിനും നമ്പർ വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ലോജിക്കും വരാൻ കേട്ടോ. സിക്ക് 3 കൊടുക്കുന്ന രീതിയിലുള്ള ലോജിക്ക് വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് എല്ലാം ചോദിച്ചിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡുകളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ലോജിക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ലോജിക് ഉണ്ടെങ്കിലും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ആ ഓരോ ലെറ്ററിൻ്റെയും കോഡുകൾ നിങ്ങൾക്ക് അറിയാം. അതങ്ങ് എടുത്ത് എഴുതി വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു 5 ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കിയത്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ടോപ്പിക്കും ലോജിക്കുകളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ടോപ്പിക്കുകളും പല ക്വസ്റ്റ്യൻസുമായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. ഓക്കെ, ദിവസങ്ങളിൽ കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും ഇന്നത്തെ ദിവസം നല്ലപോലെ എന്ത് ചെയ്യാം, ഇനിയുള്ള ടൈമുകൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.